ദിലീപിൻ്റെ പ്രശ്നവുമായി ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ഞാൻ അനുഭവിച്ചതാണ്. ദിലീപ് എൻ്റെ സുഹൃത്താണ്, യാതൊരു സംശയവുമില്ല. ദിലീപ് ഒരു കേസുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ എനിക്കുണ്ടായ, എന്നെ അത്രമാത്രം ഹെർട്ട് ചെയ്ത സംഭവം എൻ്റെ കുടുംബം. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞല്ലോ, ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, ഒരു പ്രവർത്തകൻ അല്ലെങ്കിൽ ഏത് മേഖല പ്രവർത്തിക്കുന്നവനും ചില ആളുകളൊക്കെ ചിലപ്പോൾ നൂലിമക്കെട്ട് ഇറക്കിയിരിക്കും, ചിലപ്പോൾ ഒരു സുപ്രാതി വന്നിരിക്കും. ഞങ്ങളൊക്കെ എടുക്കുന്ന എഫക്റ്റ് ഒരു അദ്ദേഹം സിൻസിയറായിട്ട് അദ്ദേഹം പറഞ്ഞ അഭിപ്രായം, ഒരു പൊതുപ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു ജനപ്രതി അല്ലെങ്കിൽ വേണ്ട ഏത് മേഖലയിലായാലും ശരി, അവൻ പ്രവർത്തിച്ച് അത്രമാത്രം അവൻ്റെ ജീവിതത്തിലെ പലതും ത്യജിച്ച് എഫർട്ട് എടുത്ത് മോളിൽ കൊണ്ടുവരുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ അതിൻ്റെ വസ്തുതകൾ മനസ്സിലാക്കാതെ റേറ്റിങ്ങിന് വേണ്ടി അത് ഇടിച്ചു താഴ്ത്തുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടം എത്രയാണെന്ന് പറയാൻ സാധിക്കും. ഞാൻ പറഞ്ഞില്ലേ ദിലീപിൻ്റെ ഇഷ്യൂ, അത് കഴിഞ്ഞ് ആദ്യം ദിലീപിൻ്റെ ഇഷ്യൂ കഴിഞ്ഞു, അത് വന്ന് ഞാൻ പത്രസമ്മേളനം നടത്തി ആ കാര്യങ്ങൾ ക്ലിയർ ചെയ്തു. ഇത് കഴിഞ്ഞപ്പോൾ ഒരു ഇക്ക എന്നൊരു സംഭവം ഉണ്ടായ അത് ഓർമ്മ, ഇക്ക രണ്ടാമത് എന്തൊരു ഗൂഢാലോചന ഉണ്ടെന്ന് ഉറപ്പാ, ഒരു ഇക്കയാണ് വന്നതെന്നാണ് മറ്റേ സാക്ഷി പറയുന്നത്. 3 ദിവസം ചാനലിൽ തകർക്കണേ, 2-3 ചാനലാണ് പ്രധാനമായിട്ട് തകർത്ത് ഇക്ക. അപ്പം എൻ്റെ പേരല്ലാതെ ബാക്കിയൊക്കെ പറഞ്ഞു, എൻ്റെ പേര് പറഞ്ഞിട്ടില്ല, ബാക്കിയെല്ലാം പറഞ്ഞു കഴിഞ്ഞ്. അപ്പം എൻ്റെ മകൾ, എനിക്ക് 2 പെൺകുട്ടികളാണ്. സ്കൂളിൽ ചെന്നപ്പോൾ ആ ടീച്ചർ ചോദിച്ച്, മോളുടെ അച്ഛനെ അല്ലെങ്കിൽ വാപ്പാനെ എന്താ അങ്ങനെ ചോദിച്ചത്, പോലീസ് അറസ്റ്റ് ചെയ്യുമോ? അപ്പം സത്യം പറയാം, എൻ്റെ മൂത്ത മകൾ നല്ല മറുപടി കൊടുത്തു ടീച്ചർക്ക്, ഇളയാൾ വളരെ ചെറുതാണ്. അപ്പം അവൾ എന്തോ പറഞ്ഞു, അവൾക്കിതൊന്നും പിടിയിട്ടില്ല. പക്ഷെ എൻ്റെ മോൾക്കുണ്ടായ പ്രയാസം എന്താ, ഈ 3 ദിവസം എൻ്റെ ടി വിയിൽ എനിക്കറിയാം, ഞാൻ അതിനകത്ത് കക്ഷിയല്ല, 100% എനിക്കറിയാം, 100 അല്ല 101% അറിയാം. പക്ഷേ ആ ടി വി വാർത്ത വെച്ചു, ഇങ്ങനെ കേട്ടു. 3-ാമത്തെ ദിവസം ഈ പറഞ്ഞ സാക്ഷിക്ക് വെളിപാടുണ്ടാവുകയാണ്. അതിൽ രാത്രി എണീറ്റ് നോക്കിയപ്പോൾ ഞാൻ അപ്പോഴേ 3 ദിവസം കഴിഞ്ഞപ്പോൾ രാത്രി എണീറ്റ് നോക്കി കഴിഞ്ഞപ്പോൾ അത് അൻവർ സാദത്തല്ല. അപ്പോൾ ഈ ചാനൽ എന്നെ പറഞ്ഞു കൊടുത്തു, അൻവർ സാദത്തല്ല എന്ന് ഇന്നാൾ പറഞ്ഞെന്ന് പറഞ്ഞു കൊടുത്തു. ഇതൊക്കെ കഴിഞ്ഞ് ഞാനത് കേട്ടു. നമ്മൾ വിധിക്കപ്പെട്ടവരാണല്ലോ, ഞാനത് കമൻറ്റും പറയാൻ വേണ്ടി ഒന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ എൻ്റെ കുടുംബത്തിനുണ്ടായ പ്രയാസം, എനിക്കുണ്ടായ ഡാമേജ് ഇതാര് തരും? ഈ ചാനൽ തരുമോ? ഈ പത്രമാധ്യമം ആരായാലും അത് തരുമോ? അതാണ് അദ്ദേഹം ചോദിച്ചത്. എൻ്റെ അനുഭവമാണ് പ്രിയപ്പെട്ടവരെ. എന്നിട്ട് ഈ ഒരു ചാനലുമായി എൻ്റെ അടുത്തൊരു സുഹൃത്തും ആ അടുത്ത സുഹൃത്തും ചോദിച്ചു, നിങ്ങൾക്ക് ശരിക്കും അൻവർ സാദത്തല്ല എന്ന് അറിയാമെന്നല്ലോ, പിന്നെ എന്തിനാണ് അങ്ങനെ ഒരു പുകമറ സൃഷ്ടിച്ചു? പറഞ്ഞേ 3 ദിവസം അങ്ങനെ ഓടിയെന്ന്. എന്ത് 3 ദിവസം അങ്ങനെ ഓടിയെന്ന്? ഈ 3 ദിവസം ഓടിക്കാൻ എൻ്റെ പൊളിറ്റിക്കൽ കരിയറിനെ, ഞാൻ സത്യം പറഞ്ഞാൽ വളരെ കഷ്ടപ്പെട്ട് വളർന്ന ഒരാളാണ്. പാർട്ടിയുടെ താഴെ ലെവൽ, ബൂത്ത് പ്രസിഡന്റ്, വാർഡ് പ്രസിഡന്റ്, പഞ്ചായത്ത് മെമ്പർ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ, ഞാൻ ഇന്നും പൊതുപ്രവർത്തിപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളോട് എനിക്ക് വളരെ സന്തോഷം തോന്നി. അദ്ദേഹത്തെ പോലെ ആൾ എന്നെക്കുറിച്ച് ഒരു നല്ല അഭിപ്രായം പറഞ്ഞപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. ഞാൻ ജനങ്ങളുടെ ജീവിക്കുന്ന, ഞാൻ ജനങ്ങൾക്ക് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു പൊതുപ്രവർത്തനാണ്. എൻ്റെ പ്രസ്ഥാനത്തിനും അതോടെ തന്നെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. അപ്പോൾ എൻ്റെ ആ 3 ദിവസം അവൻ്റെ ആ ആളുടെ റൈറ്റിംഗ് കിട്ടാൻ വേണ്ടി അങ്ങനെ ചെയ്തപ്പോൾ പലപ്പോഴും വിശ്വാസത അങ്ങനെ പോകുന്നത്.